ഭർത്താവ് നാട്ടിലില്ലാത്ത ഷൈനി കിരൺ എന്ന ചെക്കനുമായി അടുപ്പത്തിലായിരുന്നു. ഭർത്താവിന്റെ അച്ഛനായ കുട്ടിച്ചനും കിടപ്പിലായ അമ്മായിയമ്മയാണ് വീട്ടിലുള്ളത്. കുട്ടിച്ചന് കാഴ്ചയും കേൾവിയും കുറവായതുകൊണ്ട് ഷൈനി പലപ്പോഴും കിരണിനെ രാത്രികളിൽ വീട്ടിൽ വിളിച്ചു വരുത്താറുണ്ട്. ലോക്ക്ഡൌൺ സമയമായതിനാൽ അമ്മായിയമ്മയെ നോക്കിയിരുന്ന ഹോം നേഴ്സ് പണി നിർത്തി പോകുന്നു. അമ്മായിയമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നതും അവരുടെ ശരീരത്തിലെ മണവും ഷൈനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് അവളിൽ വലിയ ദേഷ്യമുണ്ടാക്കുന്നു. ഒരു ദിവസം ഷൈനി തന്റെ മകനെ സ്വന്തം വീട്ടിലാക്കുന്നു. അന്ന് രാത്രി കിരൺ വീട്ടിൽ വരുന്നു. അമ്മായിയമ്മയെ കൊന്നാൽ തനിക്ക് സ്വതന്ത്രയാകാം എന്ന് ഷൈനി കിരണിനോട് പറയുകയും അവർ രണ്ടുപേരും ചേർന്ന് തുണി ഉപയോഗിച്ച് അമ്മായിയമ്മയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം കുട്ടിച്ചൻ അറിയുന്നുണ്ടായിരുന്നു. കൊലപാതകത്തിന് ശേഷം ഷൈനിയും കിരണും റൂമിലേക്ക് പോയ സമയത്ത് കുട്ടിച്ചൻ വീടിന്റെ എല്ലാ വാതിലുകളും പൂട്ടി താക്കോൽ ഒളിപ്പിക്കുന്നു. വീടിനകത്ത് കുടുങ്ങിയ ഷൈനിയും കിരണും പുറത്തിറങ്ങാൻ കഴിയാതെ വിഷമിക്കുന്നു. കറണ്ട് പോയ ആ സമയം വീട്ടിൽ വെച്ച് കുട്ടിച്ചൻ എല്ലാവരെയും വേട്ടയാടാൻ തുടങ്ങുന്നു. കുട്ടിച്ചന് കാഴ്ച കുറവാണെങ്കിലും വീടിനെ മുക്കും മൂലയും നന്നായി അറിയാം. ഷൈനിയും കിരണും കുട്ടിച്ചനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുട്ടിച്ചൻ അവരെ ക്രൂരമായി ആക്രമിക്കുന്നു. തേങ്ങ ചിരകുന്ന കത്തി ഉപയോഗിച്ചും മറ്റും കുട്ടിച്ചൻ കിരണിനെ മുറിവേൽപ്പിക്കുന്നു. ഇതിനിടയിൽ കിരണിന്റെ സുഹൃത്ത് സഹായത്തിന് എത്തിയെങ്കിലും കുട്ടിച്ചൻ അവനെ കൊല്ലുന്നു. രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് കണ്ടപ്പോൾ ഷൈനി കിരണിനെ ചതിക്കാൻ ശ്രമിക്കുന്നു. തന്നെ ആരെ ആക്രമിക്കാൻ വന്നെന്ന് ഭർത്താവിനെ ഫോണിൽ വിളിച്ചു പറയുന്നു. ഇത് കേട്ട കിരൺ ക്രൂരമായി ഷൈനിയെ അടിക്കുന്നു. ഒടുവിൽ കുട്ടിച്ചൻ ഒരു ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് കിരണിനെ കൊല്ലുന്നു. കുട്ടിച്ചന് നേരെ ഷൈനി എണീറ്റ് വരുന്ന അവസാനം അവളുടെ ബോധം പോകുന്നു. നേരം വെളുക്കുമ്പോൾ പോലീസും ഭർത്താവ് റെജിയും വരുന്നു. കുട്ടിച്ചൻ വായിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന താക്കോൽ എടുത്ത് വാതിൽ തുറക്കുന്നു. റെജി അകത്തു വരുമ്പോൾ കാണുന്നത് മരിച്ച അമ്മയ്ക്ക് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ച് മെഴുകുതിരി കത്തിച്ചു വെച്ച കാവലിരിക്കുന്ന കുട്ടിച്ചനെയാണ്.